ഇവനെ അർത്ഥമില്ലാത്ത ചിരി വേണ്ട. പക്ഷേ പണ്ട് ഏകലവ്യനോട് ഗുരു ദക്ഷിണായിട്ട് പെരുവിരൽ ചോദിച്ചു, കൊടുത്തു. അതുപോലെ എന്റെ കൊച്ചാട്ടൻ ഡയമണ്ട് എടുത്ത് തെളിച്ചമുള്ള മുഖം ചോദിച്ചു, മീശ എടുത്തു, കൊടുത്തു. കൊച്ചാട്ട അനുഗ്രഹി. എങ്ങോട്ടാടാ മാധവ പാതിരാത്രിക്ക് ഈ കിളന്ത് പെണ്ണിനെയും കൊണ്ട്? അത് ചോദിക്കാം നീ ആരാ? ഒരച്ചേച്ചേ പോകത്തുള്ളൂ വാശിയുണ്ടടാ നിനക്ക്. ഒത്തിരി അടുത്ത് ഞാൻ മാറുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാ. വഴി മാറാ. വഴിന്ന് ഞാൻ മാറാം, പക്ഷെ പോകുമ്പോ ഡൈമനെ ഈ പെണ്ണിനെയും കൂടെ ഞാനും കൊണ്ടുപോകും. അതിന്റെ കൊക്കേരി കൊണ്ട് നടക്കത്തില്ല. ഡൈമൻ ചേട്ടമ്പി, ഏതോ ഒരു തെണ്ടി പെണ്ണിന് വേണ്ടി ചാവാൻ നടക്കുന്നു. നാണവും മാനവും വിറ്റ് വീട്ടിൽ പോടാ, പോടാൻ. നടക്കടി, നടന്നോ. നീ ആരെയും പേടിക്കണ്ട, പിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല. നടന്നോ. ഡൈവനെ ചൂട് കളിക്കണം അങ്ങോട്ട്. നടക്കാൻ. ആ പെണ്ണുമെല്ലാം കഴിച്ചോടാ. കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ടും ഒന്നും കഴിക്കുന്നില്ല. ആ അതൊക്കെ വേണേ തിന്നിട്ട്. കൊച്ചാട്ടോ, കണ്ടിടത്തോളം കക്ഷി ഒരു വിളഞ്ഞ വിത്തല്ല. ആള് ക്രിസ്ത്യാനിയാണെന്ന് തോന്നുന്നു. കഴുത്തിലൊരു കുരിശുമാല കണ്ടു. മൂക്കുകൊണ്ടായിരിക്കല്ലയോ? ജാതി ഏതായാലും പെണ്ണല്ലേടാ. എനിക്കിപ്പോ ഈ വർഗത്തിന് പേടിയാ. അച്ഛനെ കൊല്ലിച്ചതും പെണ്ണാ, എന്നെ തൊലച്ചതും പെണ്ണാ. രാമനെ കാട്ടിലയച്ചത് കൈകയാണെങ്കിൽ രാമന്റെ മാനം രക്ഷിക്കാൻ തീ ചാടിയത് സീതയാണ്. സീതയും കൈകയും കൊച്ചാട്ട ഒരേപോലെ കാണരുത്. എന്നാ കിട്ടൂ, രാവിലെ കാണാം. സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് ഇതാ പോകുന്നു കൊച്ചാട്ട. ഹൈ ഹൈ ഓഹോ, സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ഡയമണ്ട് ഇതാ പോകുന്നു കൊച്ചാട്ട. ഹൈ ഹൈ. ശീലാവധി കളിക്കാണോടെ? എന്താ നിന്റെ പേര്? പേരില്ല. എവിടാ നിന്റെ നാളെ? അതുമില്ല. എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ? അറിഞ്ഞൂടാ. പുല്ലേ ഓരോന്ന് ശാപം പോലെ ഒന്ന് കയറിക്കോളും. ചെവി കേൾക്കണമല്ലേ? ഓ ദൈവാധീനം. മേലും കീഴും ഇല്ലാത്തവനാ ഞാൻ. നീ ഇവിടെ നിൽക്കണ്ട, നയിച്ചു. പെണ്ണിന്റെ കണ്ണീര് കണ്ടാ എനിക്കൊരു സഹതാപവും ഇല്ല. വെട്ടം വീഴുന്ന സ്ഥലം വിട്ടോണം.
പിന്നെ ഈ പ്രദേശത്തും കണ്ടുപോരുത്. വന്ന ബോട്ടെ തന്നെ കയറിക്കോ. ഈ കര വിടുന്നവരെ ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യല. പിന്നുള്ള കാര്യം അതെനിക്കറിയത്തില്ല. പാലടച്ചേക്കാം, കുറ്റിയിട്ട് കിടന്നോ. പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ട്. നീ എന്താ പോവാത്തെ? ഇനി വൈകിക്കണ്ട, പോവാൻ നോക്ക്. വണ്ടിക്കൂലി കാശുണ്ടോ എന്റെ? ഇവിടുന്ന് നേരെ എന്നാ ബോട്ട് കിടവാ. അവിടുന്ന് എങ്ങോട്ട് പോകാനും ബോട്ട് കിട്ടും. വാങ്ങടി. ഇന്നലെ ഒട്ടും ഇറങ്ങിയ കോളില്ല, മോന്തയൊക്കെ വീങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ ഇന്നലെ ഒരുപാട് മോന്തിയതിന്റെ വാട്ടമായിരിക്കും. എവിടായിരുന്നല്ലോ അത്രയും നേരം? ഒരു ജോലി പറഞ്ഞേൽപ്പിച്ചാ പിന്നെ ചെയ്യണ്ടായോ? ആര് പറഞ്ഞു? കൊച്ചാട്ടൻ. എന്ത് ജോലി? ചന്തയിൽ പോയി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിൽ വാങ്ങിക്കൊണ്ട് കൊടുത്തു. രാവിലത്തെ കട്ടൻ കാപ്പിക്ക് പൊടിയും പഞ്ചാരയും കാർത്തിത്തള്ളയുടെ കടം മേടിച്ചു. ഇനി ഊണിന് അരിയും കൂടെ കടം മേടിക്കാന്ന് വെച്ചാ ചെറ്റത്തരവല്ലേ കൊച്ചാട്ടാ? അപ്പൊ അവള് പോയിട്ടില്ല. അവള് പറഞ്ഞ പോയി ഇതൊക്കെ വാങ്ങിച്ചോണ്ടിരാൻ. ഒരു മിണ്ടാ പ്രാണി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു. നാക്കെടുക്കാൻ വയ്യെങ്കിൽ എന്താ, നല്ല ലക്ഷണമുള്ള കൊച്ച, മഹാലക്ഷ്മി തന്നെ. എത്ര കാലമായി കൊച്ചാട്ടാ നല്ലൊരു ഊണുണ്ടിട്ട് ഷാപ്പിൽ നിന്ന് ഞണ്ണി മടുത്തു. എന്നാ പിന്നെ ഒട്ടും താമസിപ്പിക്കണ്ട, ഏറ്റവും വലുതെണ്ണം വീശിയിട്ട് നമുക്ക് ഷടാന്ന് വീട്ടിലോട്ടില്ല. എന്താ അവൻ 16 ഒരു കഞ്ഞി. എന്റെ കുഞ്ഞ് എന്താ ഈ കാണിക്കുന്നേ? അന്നത്തേലാണോ ചവിട്ടി കളിക്കുന്നേ? നോക്കൊന്നും വേണ്ട, വിളിക്കേണ്ടവര് വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. ഞാൻ കുഞ്ഞ് പൊറപ്പിക്കാൻ കൊണ്ടുവന്ന പെണ്ണ് വിളിച്ചാ ഞാൻ വരാണ്ടിരിക്കൂ? പൊറപ്പിക്കാനോ? ആരും അറിഞ്ഞില്ലാന്ന് വിചാരിച്ചോ കൊച്ചാട്ടൻ? ഈ കര മുഴുവൻ പാട്ടായി, ഇവിടെ ഒരാള് മാത്രം ഒന്നും അറിഞ്ഞില്ല. കള്ളാ. അമ്മേ എന്തു പാടി? ആ ഇറച്ചക്ക് തേങ്ങാപ്പാലത് മതിയോ നോക്കിയേ. ഇഞ്ഞു കൊണ്ടു. അയ്യടാ. പാവമാണല്ലോ, പോട്ടേന്ന് വിചാരിച്ചപ്പോ മിടുക്ക് കാണിക്കുന്നോ? നീ നിന്റെ സംഘങ്ങളോടെ ഉണ്ടാച്ചാ മതി. ഉണ്ട് കഴിഞ്ഞാൽ ഉടനെ സ്ഥലം വിട്ടണം, വേറെ ജോലി ഉണ്ടാക്കല്ലേ. ചേടായി. വിശപ്പുള്ളവരുണ്ണും, അല്ലാത്തവര് പോവും. അവിടെ തൊഴി വെച്ചാൽ കടനം. തൊഴിച്ചാ ഞാൻ കൊള്ളും. തൊഴി കൊണ്ടാൽ ഈ ഡയമണ്ട് ചട്ടപ്പി ഉണ്ടായിട്ടേ പോകത്തുള്ളൂ. കുഞ്ഞേ, കുഞ്ഞിനിഷ്ടമല്ലെങ്കിൽ ഊണ് കഴിയുമ്പോ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പാവമുണ്ട് കൊച്ചാട്ടാ, ആ കൊച്ചവിടെ ഒന്ന് കരയുന്നു. ഊണ് കഴിഞ്ഞിട്ട് അവളങ്ങ് പൊക്കോളും. കൊച്ചാട്ടൻ ഉണ്ടില്ലെങ്കിൽ അവൾ ഉണ്ണത്തില്ല, ഞങ്ങളും. വാ കൊച്ചാട്ടാ, വന്ന് ഉണ്ടേച്ചു പോ, ഞാൻ വിളമ്പിത്തരാം. വാ വാ മക്കളെ. തേങ്ങാപ്പാലൊഴിച്ച് വറ്റിച്ച ഇറച്ചിക്കറിയും കൊടംപുളിയിട്ട് വറുത്തരച്ച മീൻകറിയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ. കൈപ്പുണ്യം ഒന്ന് വെച്ചാ അതാ. അതെ അതെ അതെ. എനിക്കും ഉണ്ടല്ലോ ദൈവമേ ഒരെണ്ണം, കൈ കൊണ്ട് തൊട്ട
വായെ തൊട്ട് വഴിതിരിയാൻ കൊള്ളത്തില്ല. ആ പറഞ്ഞ നേരെ തള്ളേ. തമാശ വേണ്ട. കുറച്ച് മോരും കുറച്ച് ചോറും ഇങ്ങോട്ട് വീശ. ഇനിയും വീശിയാലേ വയറ് സ്തംഭിക്കും. ആ സ്തംഭന ഒഴിവാക്കാനാണ് എല്ലാത്തിനും മേലെ രസമോ മോരോ ഒഴിക്കുന്നത്. ഒരു പാട പോലെ കിടന്നോളൂ. ആവാം. ഡൈമനെ എന്തോ അവള് പോയി കാണൂടാ. പിന്നെ പോകാതെ വരട്ടലിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അവള് പോയി കാണും. അവൾ എവിടെ പോയി കാണൂടാ? ചത്ത കുഞ്ഞിന്റെ ഗ്രഹനില എന്തിനാ? അപ്പൊ അവളെ പറഞ്ഞു വേണ്ടായിരുന്നു അല്ലേടാ? വേണ്ടായിരുന്നു. കൈവിട്ടു പോയില്ലേ? ഊമക്കുട്ടി, 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 ഡൈവനെ അവള് പോയടാ. പോട്ടെ, ഞാൻ പോവാൻ പറഞ്ഞ അവള് പോവാമോടാ. അങ്ങനെ പോയാ അതിന്റെ അർത്ഥം എന്തുവാ? എന്നോട് അവൾക്ക് സ്നേഹമില്ലെന്നല്ലേ? പോട്ടെ. ആലും അവള് പോയല്ലോടാ. ഓമക്കുട്ടി, നീ എങ്ങും പോണ്ട. ഇവിടെ നിന്നോ, നിന്നെ ഞാൻ വിടില്ല. ഓമക്കുട്ടി, മലക്കറികൾക്കൊക്കെ എന്താ വില? മനുഷ്യന് മാത്രം വിലയില്ല. ഒരു കിലോ വെണ്ടയ്ക്കയുടെ വില പോലും മനുഷ്യന്റെ ജീവനില്ല, അല്ലേ ചേട്ടാ? കൊച്ചുമോപ്പോ, നമ്മുടെ രാഘവൻ ചട്ടമ്പിക്ക് ഇപ്പൊ പഴയതുപോലെ രുചിയില്ല, അല്ലയോ? അത് നേരാ. എങ്ങാണ്ടൂന്നോ വന്ന തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടതിന് ശേഷം ചട്ടമ്പിയുടെ മനസ്സങ്ങ് മാറി. വേണ്ട ചേട്ടാ, വാം. അങ്ങനെ അങ്ങ് പോയാലോ? അതോ നമ്മള് തമ്മി ഇനിയും വേണോടാ? വേണം. ഇതുവരെ നീയല്ലേ നേടിയത്. ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ജയിക്കേണ്ടടാ രാഘവ. ആ പെണ്ണ് നിന്റെയോ എന്റെയോ അല്ല. ആദ്യം കിട്ടിയത് എന്റെ കയ്യിലാ. അവിടുന്ന് എന്നെ വെട്ടിച്ച് നീ കഴിക്കലാ. അത് നിന്റെ മിടുക്ക്, സമ്മതിച്ചു. ഇനി കുറച്ചു ദിവസത്തേക്ക് എനിക്ക് വിട്ടുതാടാ. ചോദിച്ചാ തന്നില്ലെങ്കിലേ ചോദിക്കാതെ ഞാൻ തട്ടിപ്പറിക്കും, ഓർത്തോ? കൊച്ചാട്ട സമാനപ്പെട, വീട്ടിൽ പാ. ഒന്ന് ആലോചിച്ചാ എമ്പോക്കിയാണേലും ആ കൊച്ചുമൂപ്പൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നാട്ടുകാര് നമ്മൾ കേൾക്കാതെ പറയുന്നത് അവൻ മുഖത്ത് നോക്കി പറഞ്ഞു, അത്ര തന്നെ. രാംകുഞ്ഞ്, ആ പെങ്കൊച്ചിന്റെ സ്ഥാനം എന്തുവാ നിങ്ങളുടെ വീട്ടില്? കുഞ്ഞിന്റെ ആരാ അവള്? അല്ലെങ്കിൽ അവിടെ ആരാ കുഞ്ഞ്? ഇനി ഒന്നും ആലോചിക്കാനില്ല. ആ കിട്ടുക്കണിയാരോട് പറഞ്ഞ് ഒരു നല്ല സമയം കുറിപ്പിക്കണം. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കഴുത്തേലോട്ടൊരു മിന്നും കെട്ടണം, ഒരു പുടവയും കൊടുക്കണം. പിന്നൊരുത്തനൊന്നും പറയാനില്ലല്ലോ. അതെ, അതാണ് അവന്റെ ശരി. കൊച്ചാട്ടന് നിന്ന് എന്നാ മതി. താലിമാരെ സംഘടിപ്പിക്കുന്ന ഒരു ഡയമണ്ട് ഏറ്റു.
മീശ പോയാലും ഡയമണ്ട് ഡയമണ്ട് തന്നെ ആടുതനാവൂല്ല കുട്ടി. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. എല്ലാരും കൂടെ അങ്ങ് സമ്മതിച്ചാ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ എന്റെയും കൂടെ അങ്ങ് നടത്താമായിരുന്നു. ഒരു പാഴ്ചെലവ് വേണ്ട. പാറ്റലവ് വേണ്ടേ? താൻ എന്നെ വാങ്ങിക്കേ. ഒരുമാതിരി പെരിച്ചാഴിയെ പോലെ തുറന്നു വരണം. എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട അല്ലേ? വാ, ദേ ഒന്നിങ്ങോട്ട് വന്നേ. നാണമൊന്നും വേണ്ട, വളരെ വേണ്ടപ്പെട്ട ആളാ. ഒന്നിങ്ങോട്ട് വന്നേ. ഇത് മത്തായിച്ചൻ, നമ്മുടെ പഴയ ഒരാളാ. മത്തായിച്ചു, ഇതാ പ്രതി. ഓ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ മോളെ. മത്താഴ്ച കണ്ണ് കളിച്ചൊന്ന് കാണട്ടെ. കുഞ്ഞെന്നെ കണ്ടിട്ടുണ്ടോ? എന്നാ കുഞ്ഞിനെ എനിക്കറിയാം. സംസാരിക്കാൻ വേണ്ട കൊച്ചല്ലേ ഇത്? പെരുമ്പളയത്തെ അപകടത്തിൽ മരിച്ചു പിടിക്കുന്ന അദ്ദേഹത്തിന്റെ മോള്. ഒളിക്കാനൊന്നും നോക്കണ്ട. കുഞ്ഞിന്റെ തറവാട്ടിലെ അടുക്കളക്കാരിയായിരുന്ന ഏലിച്ചെടുത്തിലെ മോനാ മത്തായി. കഴിഞ്ഞ കൊല്ലം ഞാൻ വീട്ടിൽ വന്നിരുന്നു. എന്റെ അമ്മച്ചി മരിച്ച പിന്നെ വല്ലപ്പോഴും അവിടെ വരുന്ന എന്നെ എങ്ങനെ കുഞ്ഞ് ഓർക്കാനാ? പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുമോ? ചേടാ, എനിക്ക് അണ്ണതൊന്നും എന്റെ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? മനസമ്മതത്തിന്റെ തലേന്ന് ഒളിച്ചോടി വെച്ചത് ഇവിടെ അല്ലയോ? മത്തായിച്ചൻ വന്നേ. എടോ, ഇതൊരു കുരിശ. കൊച്ചതാണെന്നറിയാവോ? ഒരു കര മുഴുവൻ അടക്കി ഭരിക്കുന്ന തറവാട്ടിലെയാ. എടാ, നിനക്കൊന്ന് സ്വപ്നം കാണാൻ പെട്ടാത്ത കക്ഷിയാണെന്ന്. കുറെയൊക്കെ മനസ്സിലാക്കി തന്നെ മത്തായിച്ചാൻ ഞാൻ അവളെ കെട്ടിയത്. പിന്നെ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. പരമാവധി പറഞ്ഞു പോയിക്കോളാൻ. പോയില്ല. പിന്നെ അയക്കേണ്ടത് എനിക്കും തോന്നി. എന്റെ തണൽ വേണമെന്ന് തോന്നിയ ഒരു പെണ്ണിനെ അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ? പറ്റണ്ട. കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എടാ, നിനക്കറിയോ, കുറെ ചെറുത്താന്മാരുടെ നടുവിൽ ആ പെണ്ണിന് ചാടിപ്പോന്നിരിക്കുന്നേ. ഏത് നിമിഷം അവന്മാരെ തപ്പിപ്പിടിച്ച് ഇങ്ങി എത്തും. അവളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവിടെ സ്വത്തിനോടുള്ള മോഹം കൊണ്ട്. എടാ, ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് ആ പെങ്കൊച്ചിന്. അപ്പനും അമ്മയും ആകെ ഉണ്ടായിരുന്ന ആങ്ങളച്ചക്കനും വയനാട്ടിലെങ്ങാണ്ട് എസ്റ്റേറ്റ് നോക്കാൻ പോകുന്ന വഴിക്ക് വണ്ടി മറിഞ്ഞ് ഞങ്ങൾ തീർന്നു. സാധാരണ മരണമെന്നോ അപകടപ്പെടുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓ, ഇതൊക്കെ ആർക്കറിയാം. എന്തായാലും ഇപ്പൊ കൊച്ചിന്റെ സംരക്ഷണ കൊളരാത്ത ബന്ധുക്കൾക്കാ. ഇവൾ ഊമയായി പോയതുകൊണ്ട് ഇവളുടെ ഭാവി കൂടെ നോക്കിയിട്ട് സ്വത്തിന്റെ അവകാശം മുഴുവൻ ഇവക്കുണ്ടാകുന്ന കൊച്ചുങ്ങൾക്കായിട്ട് ഇവിടെ അപ്പൻ എഴുതി വെച്ചിട്ടുണ്ട് പോലും. കൊള്ളാവുന്ന ഒരുത്തം വന്നു കയറിയാ പിന്നെ ഇവന്മാരെ കളിവല്ലം നടക്കുവോ? അതുകൊണ്ട് അവന്മാരായിട്ട് തന്നെ ഒരു കോമ്പനെ തപ്പിപ്പിടിച്ച് തലേ കെട്ടി വെക്കാൻ നോക്കി. എന്നാ പറ്റി? മനസമ്മതത്തിന് തലേന്ന് പെണ്ണങ്ങ് മുങ്ങി. എന്റെ പൊന്നു രാഘവ, പറഞ്ഞു കേട്ടറിഞ്ഞ് ഒടുവിൽ അവന്മാരിങ്ങെത്തും. വരട്ടെ. വരട്ടെന്നോ? എടാ, എന്തിനും പോകുന്ന കൂട്ടരാ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ ഞാനും, അറിയാമല്ലോ. എടാ കുഞ്ഞെ, നീ ആ കൊച്ചിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ. വരേണ്ടതൊക്കെ വരും മത്തായിച്ച, എവിടെ ആയാലും. പിന്നെ എനിക്ക് ജീവനുണ്ടെങ്കിൽ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല.